സ്റ്റോൺ പേപ്പർ സീസർ ഈ ഗെയിം കളിക്കുന്നതിന് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ഗെയിം ഒരു മൊബൈൽ വീഡിയോ ഗെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളിതിന് സ്ട്രക്ചറിങ് അങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ HTML യൂസ് ചെയ്യുന്നു. നമ്മൾ കാറ്, ആനിമേഷൻ, ട്രാൻസിഷന്, അതിനുവേണ്ടി നമ്മൾ CSS പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ജാവ സ്ക്രിപ്റ്റും കൂടിയാണ്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇത്ര വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മച്ചന്മാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കുക. ആൻഡ് പിന്നെ നിങ്ങളുടെ ഡെവലപ്പേഴ്സായ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് കൂടി അല്ല ഷെയർ കൂടി ചെയ്തേക്കുക. ഞാൻ തന്നെ വിചാരിച്ചു മേക്ക് സ്റ്റോൺ പേപ്പർ ഗെയിം HTML CSS എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ കോഡ് തന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നല്ല രീതിയിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. നമ്മളെ ഇതിൽ നിന്ന് VS കോഡിൽ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നമുക്ക് ഓരോ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യണം. style.html, style.script.js എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫയലുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ HTML കോപ്പി ചെയ്തു, നമുക്ക് CSS. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ ജാവ സ്ക്രിപ്റ്റും കൂടി ഇട്ടേക്കാം. എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെർവർ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഇതിന് മുന്നേ ചെയ്ത പ്രൊജക്റ്റൊക്കെ ഓപ്പൺ ആവുന്നത് ലൈവ് സെർവർ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഞാൻ പ്രിവ്യൂ വെച്ചിട്ട് പ്രിവ്യൂവിൻ്റെ URL ഇവിടെ കൊടുത്തിട്ടുമ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടിയും ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു ChatGPT-നോട് തന്നെ. അപ്പോൾ എനിക്ക് കുറച്ചും ഫീച്ചേഴ്സ് ആഡ് ചെയ്ത CSS, HTML, JavaScript ഒക്കെ തന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യാൻ എന്താ വെച്ചാൽ ആനിമേഷൻ, റീസ്റ്റാർട്ട് ബട്ടൺ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഫസ്റ്റ് നമ്മൾ യൂസറാണ് അവിടെ ഇരിക്കുക, മറ്റേ കമ്പ്യൂട്ടർ, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പേപ്പർ അങ്ങനെ കട്ട് ചെയ്യേണ്ട ഇതൊക്കെ എടുക്കണം. ഓക്കെ, നമ്മൾ പേപ്പർ, സിസർ, ഇതിൻ്റെ ഒക്കെ ഇമേജുകൾ നമ്മൾക്ക് എടുക്കണം. എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇമേജൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ തോന്നി എനിക്ക് ഡാർക്ക് മോഡും കൂടി ആഡ് ചെയ്യാം. എന്തോ ഭയങ്കര വൈറ്റ് ആയിട്ട് എന്തോ ഒരു സംഭവം. ഓക്കെ, ഞാൻ ഇപ്പോൾ വേണ്ടവർക്ക് സ്വിച്ച് ചെയ്യാം, ഡാർക്ക് മോഡും വൈറ്റ് മോഡൊക്കെ ഇഷ്ടമല്ല അവർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് കൂടി ചെയ്ത് വെച്ചേക്കാം, ഫോണ്ട് ചേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ HTML പോയിട്ട് ഗൂഗിൾ ഫോണ്ടൊക്കെ ആഡ് ചെയ്തു എനിക്ക് ChatGPT നിന്നു. ഇവിടെ കുറച്ചും കൂടി ഫോണ്ട് ഞാൻ CSS-ലും മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത് നമ്മൾ സൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിന് വലിയ സൗണ്ട് എഫക്റ്റ് ഒക്കെ വേണമല്ലോ, ഗെയിം ആകുമ്പോൾ സൗണ്ട് എഫക്റ്റാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ ആദ്യം തന്നെ ഒരു സൗണ്ട് എഫക്റ്റ്, ക്ലിക്കിംഗ് സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിന് മുന്നേ ചെയ്ത ഗെയിമിൽ അതിന് ഞാൻ ക്ലിക്കിംഗ് സൗണ്ട് എഫക്റ്റ് എൻ്റെ ഫയലിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതെടുത്തിട്ടു. നമുക്ക് സൗണ്ട് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിലേക്ക് എടുത്തിട്ടേക്കാം. ഇനി ബാക്കിയില്ല ഇതൊക്കെ സൗണ്ടുകളൊക്കെ നമുക്ക് എടുത്തിടാം. MP3 അതൊക്കെ നമ്മൾ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൗണ്ടൊക്കെ ആഡ് ചെയ്താൽ JavaScript നേരെ എടുത്തിരിക്കുകയാണ്. നമ്മളെ JavaScript-ലാണ് ഈ സൗണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. നമ്മളിവിടെ സൗണ്ട്സ് എന്നാണ്, ഞാൻ ഇവിടെ സൗണ്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ JavaScript-ൽ എനിക്ക് ChatGPT എന്ന കോഡിൽ സൗണ്ട്സ് എന്നാണ്. എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്നുള്ള ഈ മ്യൂസിക്കിൻ്റെ സംഭവം ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആഡ് ചെയ്യണം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി എടുത്തു. അതിന് മുന്നേ നമുക്ക് ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ആ രീതിയിലാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആ രീതിയിൽ JS എന്ന് അടിച്ചു. എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഞാൻ അധികം ഒന്നും കൂടി ചെയ്താണ്. അത് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് BG മ്യൂസിക് എന്നാക്കിയേക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാം JavaScript-ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ബട്ടണും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടോ, ഈ സൈഡ് മേലൊക്കെ കാണുന്ന ബട്ടൺ ഉണ്ടോ, അതെന്തായാലും ഇതിൽ അടിയിലാക്കണം. എനിക്ക് വലിയ മേലായിട്ട് ഒരു ഇത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ അടിയിലാക്കി. അപ്പം എന്തായാലും അടിയിലാണ് സാധനം കിടക്കുന്നത്. ഇപ്പം നമുക്ക് നൈറ്റ് ബോർഡ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കിഡിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കൊക്കെ കിഡിലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സർവീസ് വർക്കറിൻ്റെ ഫോൾഡർ ഉണ്ടാക്കണം, ഇത് ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലോക്കൽ ഹോസ്റ്റിൽ നമുക്ക് പറ്റിയത് ഈ സർവീസ് വർക്കർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് പ്ലേ ചെയ്യാം. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വരാത്തത്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ ആപ്പായിട്ട് ചെയ്തു എന്നറിയാൻ വേണ്ടി ഇന്നലത്തെ വീഡിയോ എല്ലാവരും ചെക്കൗട്ട് ചെയ്തൊക്കെ. ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ.